നമസ്കാരം. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെന്ന് വെക്കണം. എന്തുവാ ഈ നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ? ഒരു ശശി തരൂർ വിശ്വപൗരനാണ്. പുള്ളി ഇങ്ങനെ ഒരു വേണ്ടാത്ത ഒരു പ്രസ്താവന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇറക്കിയപ്പോഴത്തേക്ക് ഹീ ഭൂ ആയപ്പോഴത്തേക്ക് ആരാ വിളിച്ച് സംസാരിച്ചത്? രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഖാർഗെ എല്ലാവരും വിളിച്ച് അദ്ദേഹത്തിനോട് നിറഞ്ഞ് പാർട്ടി ലൈനിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞത് നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള ഹൈക്കമാൻഡ് ഇടപെട്ട് നേരിട്ട് വിളിച്ച് സാധാരണ രാഹുൽ ഗാന്ധി അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. സംസാരിച്ചിട്ട് അങ്ങനെ ഉടനെ ഇറങ്ങി ചെന്നിട്ട് അടുത്ത കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്ന റഹീം MPയെ പോലുള്ളവർക്ക് ചെന്ന് ഒരു ഫംഗ്ഷൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വരാത്തല്ല, എനിക്ക് പ്രയർ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. എന്താ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ഒരാൾക്ക് വേണ്ടി ഒരു പാർട്ടിയെ ഇങ്ങനെ ബലിയാടാക്കാൻ പറ്റുമോ? അണികൾ തന്നെ എന്താ വിചാരിക്കും? എങ്ങനെയെങ്കിലും ഭരണത്തിൽ തിരിച്ചു കയറാൻ നോക്കുന്ന ഈ സമയത്ത്, എല്ലാവരും കൂടെ പരിശ്രമിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം മാറി നിന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. അത് രാഹുൽ ഗാന്ധി ഒരു കാര്യം അദ്ദേഹം ഓർക്കണം. അദ്ദേഹം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇതേപോലെ എന്തോ കശപിശ കർണാടക നടന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ വന്ന് രാജീവ് ഗാന്ധി വന്നിട്ട് തിരിച്ച് പ്ലെയിൻ കയറി ബാംഗ്ലൂരിൽ നിന്ന് പ്ലെയിൻ കയറുന്നതിന് മുമ്പേ ആ മുഖ്യമന്ത്രി മാറ്റി. അത്രയ്ക്ക് ഗട്ട്സുള്ളൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ, നമ്മുടെ പ്രിയങ്കരനായിരുന്ന രാജീവ് ഗാന്ധി ഇല്ലേ. എന്നിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒലിച്ചു പോയില്ല. ആ മുഖ്യത്തിൽ മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ തളർത്താൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി. പിന്നെ ഇപ്പം കുറച്ച് ക്ഷതം സംഭവിച്ചിരിക്കുന്നു, അതിനെയൊക്കെ ഓവർകം ചെയ്യണം. കേരളത്തിലെങ്കിലും ഇപ്പം അടുത്ത ഇലക്ഷൻ തിരിച്ചു വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പാർട്ടി കാണത്തില്ല. മൂന്നാമത്തെ തവണയായിരിക്കും ഇല്ലെങ്കിൽ ഇവർ കയറുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിശ്വപൗരൻ എന്തിനാ വൈ ആർ എവരിബഡി റണ്ണിങ് ആഫ്റ്റർ ഹൂ ഈസ് ഹി ആഫ്റ്റർ ഓൾ? യു കനോട്ട് ബറി എ പാർട്ടി ലൈക്ക് ദിസ് ഫോർ വൺ ഫെലോ. ഇങ്ങനെ ഓടി ചരിത്രമില്ലേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരാളുടെ പിറവിന്? അങ്ങനെ പറയുന്നത് അങ്ങനെ പോട്ടെ. എവിടെ പോകും? BJP പോകുമോ? അത് CPM പോകും. BJP പോയവരുടെ കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ. പത്മജ വേണുഗോപാലിൻ്റെ ആയാലും മറ്റുള്ളവരുടെയൊക്കെ കഥകൾ നമ്മൾ കാണുന്നുണ്ട്. അത് CPM പോകുമോ? അപ്പോൾ അങ്ങേർക്ക് ഇതുവരെ അങ്ങേര് പറഞ്ഞതിനെല്ലാം ഫലമില്ലാതാവുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും ഒരു വാർണിംഗ് കൊടുത്ത് ഇനിയും അദ്ദേഹം വേണ്ടാത്ത ഇനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഷോ കോസ് നോട്ടീസ് കൊടുത്ത് അങ്ങനെ പാർട്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തണം. ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ അണികൾക്ക് കൂടുതൽ ബലം വരും. പാർട്ടി സ്ട്രോങ് ആണ്, ഹൈക്കമാൻഡ് സ്ട്രോങ് ആണെന്ന് വരും. അല്ല ഇയാളുടെ പിറകെ ഇങ്ങനെ ഓടേണ്ട കാര്യം എന്ത്? രാത്രിയും പകലും ആളുകൾ ദാറ്റ് മസ്റ്റ് ബി സ്റ്റോപ്ഡ്. അല്ലെങ്കിൽ പാർട്ടിക്കാണ് അതിൻ്റെ ദോഷം. ആസ് എ വെൽവിഷർ ഐ എം ടെല്ലിങ്, Rahul Gandhi must really think of all those things which his father did in Karnataka, removing a chief minister by seconds. He removed by seconds. അത്രേ ഉള്ളൂ. ഒരു ഹൈക്കമാൻഡ് അങ്ങനെ സംസാരിച്ചില്ല, ഡൽഹിയിൽ വിളിപ്പിച്ചതുമില്ല. ഓക്കെ.